ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ടെർമക്സിൻ്റെ ആ ഒരു മൊത്തം ലുക്കൊക്കെ ഒന്ന് മാറ്റി ഒരു ഹാക്കിംഗ് അറ്റ്മോസ്ഫിയർ ഒക്കെ കൊണ്ടുവന്നിരുന്നു അല്ലേ. സോ അതോടുകൂടി നമ്മൾ ടെർമക്സിൻ്റെ ബേസ് ഫുൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി മുതലുള്ള എല്ലാ വീഡിയോസും മറക്കാതെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. കാരണം ഇന്നു മുതലാണ് നമ്മൾ റിയൽ ഹാക്കിംഗ് എന്താണെന്ന് പഠിക്കാൻ പോകുന്നത്. സോ ഗായ്സ്, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഗായ്സ്, ഇന്ന് നമ്മളൊരു ബോംബിംഗ് ടൂളാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിൽ SMS ബോംബിംഗ്, അതുപോലെ കോൾ ബോംബിംഗ് ഉണ്ട്. മെയിൽ ബോംബിങ്ങിൻ്റെ ഓപ്ഷൻ ഇതുവരെ അവൈലബിൾ ആയിട്ടില്ല. സോ നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യം നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളത് പോലെ ടെർമക്സ് അപ്ഡേറ്റ് ആൻഡ് അപ്ഗ്രേഡ് ചെയ്യുന്നു. അതിനുശേഷം ഗിറ്റ് ക്ലോൺ എന്ന കമാൻഡ് യൂസ് ചെയ്ത് ഈ ലിങ്ക് ക്ലോൺ ചെയ്യുക. ഇപ്പോൾ LS അടിച്ച് നോക്കിയാൽ അവിടെ ടി ബോംബ് എന്നൊരു ഫോൾഡർ കാണാൻ കഴിയും. CD എന്ന കമാൻഡ് യൂസ് ചെയ്ത് ആ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഇനി LS അടിച്ച് നോക്കുമ്പോൾ അവിടെ ഒരുപാട് ഫയൽസ് കാണാൻ കഴിയും. അവിടെ നിങ്ങൾക്ക് ആ ഫയൽസിന് ഗ്രീൻ കളർ അല്ല കാണിക്കുന്നതെങ്കിൽ ആ ഫയൽസിന് പെർമിഷൻ ഡിനൈഡ് ആണെന്നാണ്. സോ അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യുന്നത് പോലെ കമാൻഡ് കൊടുക്കുക. chmod +x*. ഈ ഒരു കമാൻഡ് കൊടുക്കുമ്പോൾ ആ ഫയൽസിൻ്റെ പെർമിഷൻസ് എല്ലാം മാറി റീഡ് ആൻഡ് റൈറ്റബിൾ ആയിട്ടുണ്ട്. സോ ഇനി അവിടെ കാണുന്ന tbomb.sh എന്ന ഫയലാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അതിനായി ./tbomb.sh എന്ന കമാൻഡ് കൊടുത്ത് നമ്മുടെ ടൂൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ഗൈസ്, നമ്മുടെ ടൂൾ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 5 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. SMS ബോംബിംഗ്, കോൾ ബോംബിംഗ്, മെയിൽ ബോംബിംഗ്, അപ്ഡേറ്റ് ആൻഡ് എക്സിറ്റ്. ഇതിലെ ഫസ്റ്റ് ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. 1 എന്ന് കൊടുത്ത് എൻ്റർ അടിക്കുക. ഇപ്പോൾ വന്നിരിക്കുന്ന സ്ക്രീനിൽ SMS അയക്കേണ്ട നമ്പറിൻ്റെ കൺട്രി കോഡ് കൊടുക്കുക. അതിനുശേഷം നമ്പർ കൊടുക്കുക. അതിനുശേഷം ആ നമ്പറിലേക്ക് എത്ര മെസ്സേജാണ് പോകേണ്ടതെന്നും ഡിലേ ടൈമും അതുപോലെ തന്നെ മാക്സിമം ത്രെഡ്സും കൊടുക്കുക. ഓക്കെ, ഗൈസ്, ഇപ്പോൾ വന്നിരിക്കുന്ന സ്ക്രീനിൽ എൻ്റർ അടിച്ചാൽ അവിടെ നിന്നും മെസ്സേജ് സെൻഡ് ചെയ്യാൻ തുടങ്ങും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരുപാട് മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇതിങ്ങനെ നിർത്താതെ വന്നുകൊണ്ടിരുന്നാൽ ഫോൺ ക്രാഷ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഫോണിൻ്റെ വൈബ്രേറ്റർ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയും അതുപോലെ നോട്ടിഫിക്കേഷൻ സൗണ്ടും ഉള്ളത് കാരണം ഫോണിൻ്റെ ചാർജ് വളരെ പെട്ടെന്ന് തന്നെ തീർന്നു പോകും. അതുമാത്രമല്ല, നമ്മളിപ്പോൾ എന്തെങ്കിലും യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ക്ലിയറായി കാണാനൊന്നും പറ്റില്ല. അതുപോലെ ഗെയിംസ് കളിക്കുമ്പോൾ ഫോൺ മൊത്തത്തിലെ ക്രാഷായി പോകും. സോ ഇത് ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടി മാത്രം എടുക്കുക. ഒരുപാട് മെസ്സേജൊക്കെ ഇട്ട് നിങ്ങളുടെ ഫോണിന് എന്തെങ്കിലും പറ്റിയാൽ ഞാൻ ഉത്തരവാദിയായിരിക്കില്ല. ഓക്കെ, സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനിയും വരാനിരിക്കുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.